ഡൽഹിയിൽ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന് അല്പസമയത്തിനകം കൊടിയേറും. ജനം TV സംഘടിപ്പിക്കുന്ന ജനോത്സവം 2026 അരങ്ങുണരുകയാണ്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടി ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന കലാവിരുന്നും അരങ്ങേറും. ജയറാമും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളവും പരിപാടിക്ക് മാറ്റുകൂട്ടുവിവരങ്ങളുമായി ശ്രീകാന്ത് നന്ദഗോപനാണ് ചേരുന്നത് രാജ്യ തലസ്ഥാനത്ത് നിന്ന്. നന്ദൻ, അല്പസമയമേ ഉള്ളൂ കലാമാമാങ്കത്തിന് അരങ്ങുണരാൻ. ഏതുവരെയായി ഒരുക്കങ്ങൾ? റഖി, കലയുടെ മഹാകുംഭം ഇന്നിപ്പോൾ ആ കുംഭത്തിൽ നിന്നുമുള്ള അമൃത് ഇന്നിപ്പോൾ ഡൽഹിയിലെ മലയാളികൾക്ക് പകർന്നു നൽകുവാൻ വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇന്നിപ്പോൾ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവരുടെ കലാവിരുന്നുകൾ ഇവിടെ നടക്കുന്നു. ഒപ്പം തന്നെ ജയറാമിൻ്റെ പഞ്ചാരിമേളം, ശോഭനയുടെ ഡാൻസ് അടക്കമുള്ളവയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൊടിക്കൂറിയേറുവാൻ ഇനി ഏതാണ്ട് നിമിഷങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനുള്ള അന്തിമ തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങുന്നു. ഷോ ഡയറക്ടർ രാജീവ് അഞ്ചൽ, അദ്ദേഹമാണ് ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്. സർ നമസ്കാരം. സർ, എന്തെല്ലാം ഒരുക്കങ്ങളായി, എന്തൊക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടികൾ? പ്രേക്ഷകർക്ക് വളരെ ആകാംക്ഷ കാണും സാറിൻ്റെ വാക്കുകൾ കേൾക്കാം. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഷോയുടെ ഒരു കൊടിയേറ്റുണ്ട്. ആ കൊടിയേറ്റോടുകൂടി നമ്മളിത് തുടങ്ങും. മൂന്ന് സ്റ്റേജുകളിലായിട്ട് വിവിധ കലാപരിപാടികളാണ്. നമ്മുടെ നാടൻ കലാരൂപങ്ങളുടെ ആവിഷ്കാരങ്ങളാണ്. കലാമണ്ഡലത്തിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫോക്ക് കമ്പനി ഉണ്ട്. പിന്നെ ഇവിടെ ഡൽഹിയിലെ ഒരുപാട് കലാകാരന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഡൽഹിയിൽ നിവാസികളായിട്ടുള്ള മലയാളികൾ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. ഇനിയിപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം നമ്മളൊരു 5 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ മേളം തുടങ്ങും. ഈ പ്രേക്ഷകർക്ക് വലിയ ആകാംക്ഷ കാണും, മോഹൻലാലിനെ കൂടാതെ ഏതൊക്കെ നടീനടന്മാരെത്തുന്നുള്ളത്. ചെറിയൊരു ബ്രീഫ്. അത് നമുക്ക് വിശദമായിട്ട് ഞാൻ പറയാം. ഞാൻ പ്രിപ്പയർഡ് അല്ല. ശരി, അതുതന്നെയാണ് നിരവധി. നമസ്കാരം സാർ. സാർ, ജനം TVയുടെ ആദ്യമേ തന്നെ സ്വാഗതം. സാർ, ഈ പരിപാടിയിലേക്ക് എത്തിപ്പെടാനുണ്ടായൊരു സാഹചര്യം? അല്ല, ഞാൻ നമ്മുടെ ഇതിൻ്റെ സുരേഷ് ഉണ്ടല്ലോ, പിന്നെ അതേമാതിരി ഇതിൻ്റെ ഡയറക്ടറൊക്കെ 2-3 ഡയറക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരിങ്ങനെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു. അങ്ങനെ ഇനി നിരവധി മഹാനടന്മാരുടെ ഒരു വലിയ ജൈത്രയാത്ര ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് എത്താൻ പോകുന്നു. ഇതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ നിരവധി കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള കൊമ്പന്മാരുടെയൊക്കെ ദൃശ്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കഥകളി, തെയ്യം, മോഹിനിയാട്ടം, ഇതിനൊക്കെ രൂപങ്ങളുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, അതേപോലെ തന്നെ മുത്തപ്പൻ ക്ഷേത്രമുണ്ട്. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുടെ, ഒപ്പം തന്നെ ശിവഗിരി മഠത്തിൻ്റെ ഒക്കെ തന്നെ കട്ടൗട്ടുകളും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രതിരൂപം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വടക്കുന്നാഥൻ്റെ ഗോപുരമാണ്. ആ ഗോപുര നടയിൽ ഇപ്പോൾ ചെണ്ടമേളം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചെണ്ടമേളത്തോടു കൂടിയാണ് ഇവിടെ ഈ കൊടിക്കൂറ ഈ 3 ദിവസത്തെ കലാമാമാങ്കത്തിന്, സാംസ്കാരിക ഉത്സവത്തിന് തിരിതെളിയാൻ പോകുന്നത്. അല്പസമയം മാത്രമേ ഇനി അതിന് ശേഷിക്കൂ. ഏതാണ്ട് 2000-ലധികം ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 വേദികൾ, അതിൽ പ്രധാന വേദിയിലാണ് 2000-ലധികം ആൾക്കാർക്ക് ഇരുന്ന് ഇത് ആസ്വദിക്കാൻ കഴിയും. ഒപ്പം തന്നെ മറ്റ് 2 വേദികൾ കൂടിയുണ്ട്. ആ വേദികളിലും ഒരേ സമയം ഈ 3 വേദികളിലും കലാവിരുന്നുകളാണ് ഉണ്ടായിരിക്കുക. ഈ 2 വേദികളിൽ ഫോക്ലോർ അക്കാദമിയും അതേപോലെ തന്നെ കേരള കലാമണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് 200-ലധികം കലാകാരന്മാരാണ് എത്തിയിട്ടുള്ളത്. കഥകളി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അങ്ങനെ എല്ലാ തനിമയും കേരളത്തിൻ്റെ മുഴുവൻ കലാ പൈതൃകവും ഇവിടെ ഈ മണ്ണിലേക്ക്, ഡൽഹിയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഒന്നിക്കുകയാണ്. അതിനുവേണ്ടുള്ള തയ്യാറെടുപ്പുകളാണ്, അന്തിമ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ജനസഞ്ചയമാണ് ഇനി ഇവിടേക്ക് ഒഴുകിയെത്തുവാനുള്ളത്. നിരവധി ഇതിനോടകം തന്നെ മന്ത്രിമാരടക്കം, കേന്ദ്രമന്ത്രിമാരടക്കം ഈ വേദിയിലേക്ക് എത്തുന്നു. ദൃശ്യങ്ങളിൽ കാണാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കട്ടൗട്ട്, അതേപോലെ തന്നെ വിവേകാനന്ദപ്പാറ, കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയുണ്ട്. ദൃശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ 2 പ്രധാന വേദികൾ കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ 2 പ്രധാന വേദികളിലും വലിയ കലാവിരുന്നുകൾ നടക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പരിപാടികളുടെ ചമയ പ്രദർശനങ്ങളുണ്ട്. കഥകളി, എങ്ങനെയാണ് ഒരു കഥകളി രൂപം
അല്ലെങ്കിൽ കഥകളി കലാകാരന്മാർ എങ്ങനെയാണ് ചുട്ടികുത്തുന്നത്, ഇങ്ങനെയുള്ള പ്രദർശനങ്ങളുണ്ട്, വർക്ക്ഷോപ്പുകളുണ്ട്. അതേപോലെ തന്നെ സാംസ്കാരിക നായകരുമായി ഒക്കെ തന്നെ സംവദിക്കുവാനുള്ള അവസരമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ സിനിമയെ പറ്റിയുള്ള ചർച്ചകൾ നടത്തുവാൻ, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുവാനൊക്കെയുള്ള വലിയ അവസരം കൂടിയാണ് ഇവിടെ ഒരുങ്ങുന്നത്. അല്പസമയം കൂടി മാത്രമേ ഉള്ളൂ ഈ കലാവിരുന്നിന് തിരിതെളിയുവാൻ വേണ്ടി. വൈകുന്നേരം മോഹൻലാൽ, മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക. തുടർന്നായിരിക്കും ശോഭനയുടെ ഡാൻസ് പ്രോഗ്രാമുകൾ നടക്കുക. ശോഭനയും സംഘവും അവതരിപ്പിക്കുന്ന ഡാൻസ്, ഒപ്പം തന്നെ ജയറാമിൻ്റെ പഞ്ചാരിമേളം, എലഞ്ഞിത്ര മേളം എന്നുള്ള രീതിയിലാണ്. വടക്കുന്നാഥൻ്റെ ഗോപുരമുണ്ട്. വടക്കുന്നാഥൻ്റെ ഗോപുര നടയിൽ നിന്നുകൊണ്ടായിരിക്കും ജയറാം സംഘവും പഞ്ചാരിമേളം അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതി പോലും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമെന്ന് വേണം വിലയിരുത്തുവാൻ. വലിയ ഒരു കലാമാമാങ്കം ഡൽഹിയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരമൊരു കലാവിരുന്നിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ മറ്റൊരു വാർത്താ ചാനലുകളും മറ്റൊരു ചാനലുകളും ഇത്തരമൊരു വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ജനം TV ഡൽഹിയിലെ പ്രേക്ഷകർ, ഡൽഹിയിലെ മലയാളികളെയൊക്കെ കരുതിക്കൊണ്ട് അത്തരത്തിൽ വലിയൊരു മഹാവിരുന്ന് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. അതിനി നിമിഷങ്ങൾ മാത്രമാണ് അതിനുള്ള ഒരു ഒരുക്കം, അല്ലെങ്കിൽ അതിനുള്ള തുടക്കത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ് ഇനിയുള്ളത്. അതായത് ഈ വേദിയിൽ തിരി തെളിയുന്നതോടുകൂടി ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയം പരിസരവും ആകെ ഏതാണ്ട് ഒരു പൂരപ്പറമ്പ് എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. വലിയൊരു ഉത്സവത്തിൻ്റെ ആഘോഷമാണിപ്പോൾ ഡൽഹി നിവാസികളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായുള്ള കാത്തിരിപ്പായിരുന്നു ഈ ദിവസത്തിന് വേണ്ടി. ഇന്ന് മാത്രമല്ല, നാളെയും മറ്റന്നാളും 3 ദിവസം സമഗ്രമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ 3 ദിവസങ്ങളും മലയാള സിനിമയിലെ, അതേപോലെ തന്നെ മലയാളത്തിൻ്റെ സാംസ്കാരിക നായകന്മാരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ കേരളത്തെ അങ്ങനെ തന്നെ ഡൽഹിയിലേക്ക് പറിച്ചു നടുന്നു. ഒരു കാരണവശാലും ഈ നാട്ടിലേക്ക് പോയി ഉത്സവം കാണേണ്ട ഒരു അവസ്ഥ ഡൽഹിയിലെ മലയാളികൾക്കുണ്ടാകില്ല. ആ ഉത്സവങ്ങളെല്ലാം തന്നെ ഇവിടെ ഈ ടാൽക്കട്ടോറയിൽ കൊട്ടിക്കേറുകയാണ്. തെയ്യമുണ്ട്, തിറയുണ്ട്, അതേപോലെ തന്നെ കളിയാട്ടമുണ്ട്. അങ്ങനെ എല്ലാവിധ എല്ലാ കലകളും ഓരോ ജില്ലയിൽ നിന്നുമുള്ള കലാരൂപങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയ രാജീവ് അഞ്ചലാണ് ഇതിൻ്റെ ഷോ ഡയറക്ടർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മികവ് എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സിനിമ ഈ പൂർണ്ണമായും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ എന്നുള്ളത് സിനിമാ പ്രവർത്തകരാണ്. അതിൻ്റെ ഒരു വൈവിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൈദഗ്ധ്യമൊക്കെ ഇതിൽ കൃത്യമായി ശോഭിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അല്പസമയം കൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുവാൻ വേണ്ടി. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലേക്ക്, ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് വരും മണിക്കൂറുകളിൽ മലയാളികളുടെ ഒരു വലിയ പ്രവാഹം തന്നെയാണ്. ഇതിനോടകം തന്നെ നിരവധി മലയാളികൾ കാണികളായി എത്തിയിട്ടുണ്ട്. ഏതാണ്ട് കേരളത്തിൽ നിന്നും ഈ വരുന്ന കാണികളെയും ഈ പരിപാടികളുമൊക്കെ തന്നെ നിയന്ത്രിക്കുവാനൊക്കെ ഏതാണ്ട് 200-ലധികം വോളണ്ടിയേഴ്സ് കേരളത്തിൽ നിന്നും മാത്രം എത്തിയിട്ടുണ്ട്, വിവിധ കോളേജുകളിൽ നിന്നായി. ഇതിന് പുറമെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ JNU അടക്കമുള്ള സർവകലാശാലയിലെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളും ഇത്തരത്തിൽ സേവന സന്നദ്ധരായിട്ട് ഇവിടെ ഈ ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഓരോ കലാരൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കലാരൂപങ്ങളെല്ലാം ഇനി സ്റ്റേജിലേക്ക് എത്തപ്പെടുകയാണ്. മാർഗം കളിയുണ്ട്, ഒപ്പനയുണ്ട്, അങ്ങനെ വിവിധ കലാരൂപങ്ങളാണ് ഇവിടേക്ക് ഈ ഡൽഹി ടാൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഏതാണ്ടൊരു മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിവിധ ക്ഷേത്രകലാരൂപങ്ങളുടെ ദൃശ്യവിരുന്നുകളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വേക്ഷ പകർച്ച എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കുക കൂടിയാണ്. ഇത് പ്രദർശിപ്പിക്കുക മാത്രമല്ല, ഇതിൻ്റെ പിന്നാമ്പുറം കൂടി ജനങ്ങളിലേക്ക് അവർക്ക് തുറന്നു കാട്ടുകയാണ്. ഈ ഗോപുരവാതിൽ കടന്നാണ് ഇവിടേക്ക് ജനങ്ങൾക്ക് പ്രവേശനമുള്ളത്. മെയിൻ എൻട്രി, മെയിൻ വഴി എന്നുള്ളത് ഇങ്ങനെയാണ്. ഇതുവഴി കടന്നാണ് പ്രധാനമായും ഈ കാണികൾക്ക് അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഈ ഏതാണ്ട് 2000 പേരിലധികം ആൾക്കാർക്ക് ഇരുന്ന് പരിപാടി വീക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സമഗ്രമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇത് കൂടാതെയാണ് പുറത്ത് 2 വേദികൾ കൂടി സജ്ജീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പാതകൾ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ പ്രധാന വേദിയിലേക്ക് കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. പ്രധാന
വേദി കൂടി. എത്ര മനോഹരമാണ് ആ വേദി, അല്ലെങ്കിൽ ഈ വേദി കാണുമ്പോൾ തന്നെ ഈ പരിപാടിയുടെ ഒരു പ്രൗഢി ജനങ്ങൾക്ക് വ്യക്തമാകുമെന്നുള്ളതാണ്. ഇത് VIP എൻട്രിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ്. ഈ വഴി, ഈ VIP എൻട്രി വഴിയാണ് ജനങ്ങൾ കടന്നു വരിക. അകത്തേക്ക് പോകുമ്പോൾ അതിവിശാലമായ സ്റ്റേജും മറ്റും ഇതിനോടകം തന്നെ തയ്യാറായി കഴിഞ്ഞു. ഏതാണ്ട് 2000-ലധികം ആൾക്കാർക്ക് ഇരുന്ന് വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്റ്റേജാണ്. ഇൻഡോർ സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും വീക്ഷിച്ചാലും കൃത്യമായി തന്നെ ഈ സ്റ്റേജിൽ നിൽക്കുന്നവരെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഈ ഗാലറിയിലേക്കൊന്ന് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കാണാം. എവിടെ ഇരുന്നാലും ആ സ്റ്റേജിൽ നിൽക്കുന്ന കലാകാരന്മാരെ കൃത്യമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള സീറ്റിംഗ് സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഇവിടെയായി LED ഡിസ്പ്ലേകളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ, വീക്ഷിക്കാൻ ഒരു തരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ മീറ്റിംഗ് നടക്കുകയാണ്. ഓരോരുത്തർക്കും കൃത്യമായ ഡ്യൂട്ടി അസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. അതിലേക്കാണ് അതിൻ്റെ ചർച്ചകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് അല്പസമയം കൂടി മാത്രമാണ് ഈ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കുവാനുള്ളത്. ഇതിൻ്റെ അന്തിമഘട്ട ചർച്ചയിലേക്ക് കിടക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് കൂടിയുണ്ട്. അവരുടെ വാക്കുകളിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. ജയപ്രകാശ്, നമസ്കാരം. ഇനി മണിക്കൂറുകൾ ഒന്നുമില്ല, ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഈ കലാവിരുന്നിന് തുടക്കം കുറിക്കുവാൻ. എന്തായി അന്തിമ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നു. ഇപ്പോൾ അത് കൊടിയേറ്റം നടക്കാൻ പോവുകയാണ്. വലിയ വിജയമായിട്ടുള്ളൊരു പരിപാടി, ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കലാവിരുന്നാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ ഒരുക്കുന്നത്. അത് ഡൽഹി സർക്കാരിൻ്റെ ആണെങ്കിലും എല്ലാ വിഭാഗങ്ങളുടെയും പൂർണ്ണ സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലൊക്കെ പ്രകാശിയൊക്കെ വർഷങ്ങളായി ഡൽഹിയിൽ താമസിച്ചു. ഇത്തരമൊരു പരിപാടി ചരിത്രത്തിൽ ആദ്യമാണെന്ന് തോന്നുന്നു. അതെ, ഡൽഹിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി. അത് നമ്മൾ ഒരുപാട് പരിപാടികളൊക്കെ നമ്മളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ദിവസത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഇത് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ കലാവിരുന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സദ്യയാണ്, മലയാളികൾക്കുള്ളൊരു സദ്യയാണ്. എല്ലാ തരത്തിലുള്ള കല ആസ്വദിക്കാനുള്ള, സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും നമ്മുടെ പാരമ്പര്യ കലകളാണെങ്കിലും എല്ലാം ആസ്വദിക്കാനായിട്ടുള്ള, നമ്മളിതുവരെ ഡൽഹിക്കാർ കണ്ടിട്ടില്ലാത്ത കലാരൂപങ്ങൾ പോലും കേരളത്തിൽ നിന്ന് അത് അവതരിപ്പിക്കാനായിട്ടുള്ള കലാകാരന്മാരെത്തുന്നുണ്ട്. അത് ആസ്വദിക്കാനായിട്ട് ഡൽഹി നിവാസികളും എത്തുന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതൊരു വേറിട്ടൊരു അനുഭവമായിരിക്കും എല്ലാവർക്കും.